വാ കണ്ണ പോവാം. ഞാൻ കഴിച്ചിട്ട് വരാം. പോണം വാ. അത് ഏത് കുട്ടിയാ? അറിഞ്ഞൂടാ. അമ്മയുടെ മോള് തന്നെ. ഒരു സെക്കൻഡ് കൊണ്ട് കൂട്ടുകാരനെ തേടി പിടിച്ചല്ലോ. ഞാൻ ആരും പിടിച്ചിട്ടില്ല. എന്റെ പുറകെ ചുറ്റി നടന്നു. ചുമ്മാ ഇരുന്നാ മതി, അറിയാം ആരാരുടെ പുറകെ നടന്നു. അയ്യോ മോളെ, ഇത് കേട്ടോ, ഞാനന്ന് പാട്ടുപാടിയ ദിവസം നീ എന്നെ തന്നെ നോക്കിയിരുന്നില്ലേ? പിന്നെ ലൈബ്രറിയിൽ വെച്ച് അതൊക്കെ ഒരാളങ്ങ് മറന്നു. ഒന്നുമില്ല, എല്ലാം കള്ളമാ. അല്ല. അതെ. അല്ല. അതെ. അല്ല. അതെ. അല്ല. അതെ. ഞാൻ പറയാം ആരാണെന്ന്. അമ്മ. എടി, എന്നാ നീ അച്ഛന്റെ കൂടെ വന്നാ മതി. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. കല്യാണത്തൊന്നും വരാൻ കഴിഞ്ഞില്ല. അന്നൂട്ടിയില്ലേ ഇവിടെ? എന്റെ അമ്മാവന്റെ മോനാ. ഉണ്ട്, ഞാനിപ്പോ വരാം. ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ആരാ? അന്നൂട്ടി, ഇത് ഞങ്ങളാ, നിന്റെ ഉഷച്ചേച്ചിയും ചേട്ടനും. ആ ചേച്ചി അവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ആഹാ, ഞാനിവിടെ ഒന്ന് എനക്ക് നാണമാവുമോ? എന്റെ മുന്നിൽ അങ്ങനൊന്നും വിചാരിക്കണ്ട. കുഞ്ഞിലെ ഞാനാ എന്നെ എടുത്തു വളർത്തിയത്. ഉഷേ, എന്താ? ദേഷ്യം തോന്നരുത്. നിനക്ക് കുറച്ചും കൂടി അടക്കം വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും തോന്നൂലേ? അയ്യേ, ഈ മനുഷ്യൻ എന്തോന്നായി പറയുന്നത്? അന്നൂട്ടെ ഞാനും തമ്മിലുള്ള ബന്ധം എന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ എന്റെ കുട്ടിയാ. ചേട്ടനൊക്കെ എന്നാ വന്നത്? ഒരാഴ്ചയായി. ഞാനിപ്പോ വരാം. 2 മാസത്തെ ലീവ് ഉണ്ടോ? അത്ര വേഗമൊന്നും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടേ പോവൂ. നിന്റെ പെമ്പറന്നോരെങ്ങനെയാ? കണ്ടിട്ട് ആളൊരു ചൂടത്തിയാണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ കാണാൻ കൊള്ളാം. എന്നാലും ആ പാറുവിന്റെ മകളുടെ സ്ഥിതി കണ്ടോ? പെണ്ണിനും ചെക്കനും തമ്മില് 20 വയസ്സ് വ്യത്യാസം. എന്നെയും ചേട്ടനെയും പോലെ. നിന്റെ തലമുടി കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ടതാ. നീ ഷാമ്പു തേക്കാറുണ്ടോ? ഏയ്, വെളിച്ചെണ്ണ മാത്രം. അമ്മാവിന്റെ മോളെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടല്ലോ ഇളക്കം. ബാക്കിയുള്ളവരുടെ കുടുംബത്തിലും അമ്മാവിനും മക്കളൊക്കെ ഉണ്ട്. എന്താ, എന്നെയൊക്കെ അങ്ങ് മറന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോലും അയച്ചില്ലല്ലോ. ആ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലെന്ന് അറിഞ്ഞൂടെ? നിന്റെ തടിയൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ. പാലൊക്കെ കുടിക്കണം. ഇനി ഇവള് കൊടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. മോളുടെ പേരെന്താ? മാലിനി. ഒരു കുട്ടിയില്ലേ? ഉണ്ട്. ആണോ പെണ്ണോ? പെൺകുട്ടിയാ. അടുത്ത വീട്ടിൽ നിന്ന് കളിക്കുക. ഇപ്പൊ വിളിക്കാം. അവളിവിടെ നിന്ന് കളിക്കില്ലായിരുന്നോ? എന്താ ഇപ്പോ? ഇവളുടെ അച്ഛന്റെ റിലേറ്റീവ്സ് ആരൊക്കെയോ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ ചോദിച്ചു. ആരാ? എനിക്കറിഞ്ഞൂടാ. അമ്മാവിന്റെ മോളാന്നൊക്കെ പറയുന്ന കേട്ടു. ആളിനെ കാണേണ്ടതാ. ഒരു ശൃംഗാര കോടാലി. അവര് നിങ്ങളുടെ സ്വന്തം അമ്മാവിന്റെ മോളാ? ദേ കേട്ടില്ലേ? അതെ. അവിടെ വീട്ടിനടുത്താ? കുറച്ചു ദൂരെയാ. എന്ത് വയസ്സ് കാണും? 10-30 കാണും. പക്ഷെ അങ്ങേർക്ക് കൂടുതലായിരിക്കും. ആർക്കറിയാം? നിങ്ങൾ ഉറങ്ങ. അവരുടുത്തിരുന്നത് നല്ല സാരിയാ അല്ലേ? ഫോറിനായിരിക്കും. എന്തിനാ സാരി ഇത്രയും താഴ്ത്തി കൊടുക്കുന്നത്? വൃത്തിയേട്. നിങ്ങൾക്കതിഷ്ടമാ? ദേ, ഉറങ്ങിയോ? അയ്യോ, എടി പെണ്ണെ, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അല്ല പിന്നെ എന്തോന്ന് ഇത് കൊല്ലാന്ന് പാതിരാത്രിയില്? അല്ലല്ലോ, എനിക്കറിയാം ഇന്ന് നേരത്തെ ഉറക്കം വരുന്നു. അല്ലെങ്കിൽ രാത്രി 12 മണിയായാലും ഉറക്കം വരാത്ത ആളാണ്. ആഹാ, അപ്പോഴേക്കും ഉടക്കിയോ? വാ, വന്ന് കിടക്ക്. വാന്ന്. മാലിക്കുട്ടി, മാലിക്കുട്ടി. ദേ, ഞാൻ ഇപ്പം മറ്റേത് വിളിക്കും. പട്ടിക്കുട്ടി. ഉറക്കം വരുന്നു. ആർക്ക്? അല്ല, നിനക്കെന്റെ പേര് വിളിച്ചാലെന്താ?
ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? അയ്യോ, അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ പേര് വിളിക്കാൻ പാടില്ല എന്ന്. അപ്പൊ പിന്നെ എന്ത് വിളിക്കാമെന്ന് അമ്മൂമ്മയോട് ചോദിക്കാൻ വരുന്നില്ലേ? ചേട്ടാന്ന് വിളിക്കാം. അത് മാത്രം വേണ്ട. ചില നാടകങ്ങളിലെ പോലെ ചേട്ടാ, അല്ലേട്ടാ, ചേട്ടില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അപ്പോ രണ്ടുപേരും തനിച്ചിരിക്കുമ്പോ പേര് വിളിക്കാം. അല്ലാത്തപ്പോ ഉം, ദേ, ദാ, അവളുടെ അച്ഛൻ എന്നൊക്കെ അല്ലേ? എന്തായാലും വിളിച്ചുണർത്തിയ നന്നായി. ഓടില്ലേ? ഇന്ദുമോൾക്ക് ഒരു അനുജൻ വേണ്ടേ? അനുജൻ തന്നെ ആയിരിക്കോ? ശ്രമിക്കാം. ഇന്ദുമോളെ, അച്ഛനെ വിളിക്കേ. ആരാ എന്റെ അച്ഛൻ? പെണ്ണെ, വാല് കാണിക്കാതെ പോയി വിളിക്കേ. പേര് പറ, ഇന്നാ വിളിക്കാം. അങ്ങനെ ഇപ്പൊ നീ കേക്കണ്ട. എന്നാ ഞാൻ വിളിക്കൂല. അടി കിട്ടുവേ. എന്നാ ഞാൻ പറയട്ടെ, മിസ്റ്റർ അനിൽകുമാർ BA. എടി, നിനക്ക് ധൈര്യം കൂടിപ്പോയി. മിസ്റ്റർ അനിൽ, ആ, അനിലേ, മാലിനെ വിളിക്കുന്നു. ആഹാ, അത്രയ്ക്കായോടി. എവിടെ നിന്റെ മോള്? എന്താ? അവള് വിളിച്ചത് കേട്ടില്ലേ? നീ പറഞ്ഞു കൊടുത്തതായിരിക്കും. ആരും പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങളുടെ സന്താനമല്ലേ. തുടങ്ങി. ചായ കുടിക്കുന്നതിന് മുമ്പ് അല്പം അതിമധുരം കഴിക്കട്ടെ. ഈ അച്ഛന് സന്തോഷം വന്ന ഉടനെ അമ്മ കെട്ടിപ്പിടിക്കുന്ന എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അനിൽ, അതാ ട്രാൻസ്ഫർ ആയി വന്നത്. അത് കുഞ്ഞുമോളല്ലേ? അറിയുമോ? എന്റെ ക്ലാസ്മേറ്റാ. എനിക്ക് അതിശയം തോന്നുന്നു. നേരത്തെ എവിടെയായിരുന്നോ? അതെ. മാലിന്യക്ക് സുഖാണോ? പ്രൊഡക്ഷൻ ഒന്നുണ്ട്. പെണ്ണ. ഇവിടെ അടുത്ത താമസം? 4-5 കിലോമീറ്റർ ഉണ്ട്. കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പുള്ളി ഇവിടെ സ്കൂളിൽ ടീച്ചറാ. എന്താ കണ്ണട വെച്ചിരിക്കുന്നത്? വെറുതെ. നമ്മുടെ കുഞ്ഞുമോളില്ലേ? നമ്മുടെ കുഞ്ഞുമോളോ? ആ കോട്ടയത്തുനിന്നുണ്ടായിരുന്ന കുട്ടി, നല്ല ഭംഗിയുള്ള കണ്ണുള്ള. ആ, മനസ്സിലായി മനസ്സിലായി. കൂടുതലൊന്നും വർണ്ണിക്കണ്ട. അവൾ എന്റെ ഓഫീസിൽ ട്രാൻസ്ഫർ ആയി വന്നു. എന്താ, എന്ത് പറ്റി? അത് ഭയങ്കര ചൂടായിരുന്നു. തൈരിൽ എങ്ങനെ ചൂടുണ്ടാവുക? അതൊക്കെ ചിലപ്പോ കാണും. മോളുണ്ടായിരിക്കും. അമ്മ വീഴുമ്പോ ചിരിക്ക. നീ വാ. പതുക്കെ പതുക്കെ വാ. സാരമില്ല, നീ ഇവിടെ കിടന്നോ. മോള് അമ്മയുടെ അടുത്തിരുന്നോ. ഞാൻ കൈ കഴിയിട്ട് വരാം. അമ്മക്ക് നൊന്തോ? മോളെ അമ്മ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ആ കുട്ടിയുടെ ഭർത്താവിനും ഇവിടെയാണ് ജോലി. ഇപ്പൊ അവർക്ക് സൗകര്യമായി. താമസിക്കാൻ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ എതിരിലുള്ള വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, അതവർക്ക്. അയ്യോ, വയ്യെങ്കിൽ എണിക്കണ്ട. വേണ്ട, എനിക്ക് അടുക്കള ജോലിയുണ്ട്. എല്ലാം കാലത്ത്. ഞാനും കിടക്കാൻ പോവാ.
ആ വീടെടുത്ത് കൊടുത്താൽ എന്താ? നിങ്ങളെന്താ വീട് ബ്രോക്കറാണോ? അതല്ല, നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പഠിച്ചതല്ലേ, അപ്പൊ അടുത്താവുന്ന സന്തോഷമല്ലേ? വേണ്ടേ? അതൊക്കെ അവനവന്റെ ഇഷ്ടം. ശരി, ഉറങ്ങ. പോകാം. രണ്ടുപേരും പോകുന്നു? ഇത് അങ്ങനത്തെ ഒരു സാധനം. ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിലും ഞാൻ കൂടെ വേണം. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കണം. മാലിന്യക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. അപ്പോ വരട്ടെ. മോളെ കണ്ടില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. നല്ല കുടുംബം. അനിലിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാലിന്യ അങ്ങനെയാ, രണ്ടുപേരും തമ്മില് ഒരു മാച്ചിങ് ഇല്ലല്ലേ? ഒരു കുഴപ്പമില്ല, അയാൾ ഉഗ്രം ഫിഗറാ. എന്തോന്ന്, കുറച്ച് ഹൈറ്റ് മാത്രമുണ്ട്. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജാതിയെ എങ്ങനെയാ? പൊക്കം കൂടിയാ കുഴപ്പം, കുറഞ്ഞാ കുഴപ്പം. മറ്റു പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും നന്നല്ല. സ്വന്തം ആൾക്കാര് വലിയ കാമദേവൻ എന്ന ഇവരുടെ വിചാരം. സ്ത്രീകൾ അങ്ങനെയാ. ഭർത്താവ് എന്നാലേ ദൈവത്തിന് സമ, അല്ലാതെ സൗന്ദര്യം നോക്കിയിട്ടല്ല. അറിഞ്ഞൂടെങ്കിലേ എന്റെ കുട്ടി പേടിച്ചോ. ഞാൻ എപ്പോഴും മാലിനോട് ചോദിക്കും, ഇന്ദുവിന്റെ അച്ഛനെന്താ ഇങ്ങോട്ടൊന്നും വരാത്തെന്ന്. വല്ലപ്പോഴൊക്കെ വരാൻ കേട്ടോ. ലവ് മാരേജ് ആണല്ലേ? അവള് രാമായണം മുഴുവൻ പറഞ്ഞോ? പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടാൽ അല്പം നുണയൊക്കെ പറയണ്ടേ? കലയുടെ അച്ഛൻ ഉടനെ വരുന്നുണ്ടോ? ഇപ്പൊ പോയിട്ട് 2 വർഷമായി. ഇനി 1 വർഷം കൂടി കഴിയണം. മോളുടെ അച്ഛന് മനസ്സിലായോ? ആ ചെറിയ താടി വെച്ചിരിക്കുന്നില്ലേ, അതാ. ചോറ് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പോകുമ്പോ കഥ നന്നായി ലോക്ക് ചെയ്യണേ. ഓ ശരി മാഡം. തമാശയല്ല, കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് കേട്ടു. ഓക്കെ ഓക്കെ, വരട്ടെ. ഓ ബൈ. ബൈ. സ്വന്തവും ബന്ധവും മിഥ്യയല്ലേ, ദാഹവും മോഹവും സ്വാർത്ഥമല്ലേ ഇവിടെ. എടി, ഒന്ന് ശബ്ദം കുറയ്ക്ക്. സ്വന്തവും ബന്ധവും നല്ല കുട്ടിയാ, എനിക്ക് പിടിച്ചു. ഞങ്ങൾ ഉണ്ടക്കണ്ണീന്ന് കളിയാക്കി വിളിക്കും. ഉണ്ടക്കണ്ണൊന്നല്ല, ആണുങ്ങളെ കറക്കാൻ പറ്റിയ കണ്ണാ. മോളെവിടെ? രണ്ടും കൂടെ അതാ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കണ്ടോ അച്ഛന്റെ കൂട്ടുകാരനെ? മോൾക്ക് മനസ്സിലായി? ആരെ കണ്ടാലും ഇവളിങ്ങനെയാ. ഇതല്ല, ചില ആത്മബന്ധങ്ങളുടെ തെളിവാണ്. എന്നു മുതലാ നിനക്ക് ഈ വിശ്വാസമൊക്കെ തുടങ്ങിയത്? കോളേജ് വിട്ടതിൽ പിന്നെ എന്റെ ലൈഫ് ഒറ്റപ്പെട്ടതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളെ കുറിച്ചുള്ള ചില ഓർമ്മകൾ മാത്രം. പണിയായോ? എവിടെന്ന്? ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങി. അതിങ്ങനെ തിരക്കില്ലാതെ പോകുന്നു. മോർണിംഗ് വാ, അങ്കിൾ കാപ്പി കുടിക്കട്ടെ. മാലിന്യക്ക് നല്ല ചേഞ്ച് ഉണ്ട്. ശരിക്കും ഒരമ്മ തന്നെ. അമ്മയല്ല, അമ്മുമ്മ. ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. എ എന്ന് വെച്ചാൽ അന്ധവിശ്വാസം ഒന്ന്. വെറുതെ പറയാ. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം നകുലൻ അറിയാവല്ലോ. അതിന് മാറ്റം വന്ന് കാണും. നിങ്ങളൊക്കെ ഒരു വർഷമാണല്ലോ. അയ്യോ, ശരി. ഞാനേ നമ്മള് അതേ മുഴുവൻ തിന്നല്ലേ, കുറച്ച് മാമനും വേണം. തരാം. ഞാൻ ഓഫീസിൽ പോട്ടെ, ഹാഫ് ഡേ ലീവ് എടുത്ത് വരാം. നകുല എവിടെ ഇരിക്കട്ടെ, ആദ്യം വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് വിടാം. അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോണ്ട. അവൻ നിന്റെയും ക്ലാസ്മേറ്റ് അല്ലേ? ഭർത്താവില്ലാത്ത സമയത്ത് വേറെ ആരും അങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞു? അമ്മൂമ്മ. അയ്യോ, നിന്റെ ഒരു അമ്മൂമ്മ. അന്നെ വധിച്ചു വിട്ടവരല്ലേ, അവരെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വേണം 10 വാക്ക് പറയാൻ.
പറയുമ്പോ ഇത്തിരി വിഷമം തോന്നിയാലും സാരമില്ല, അതാ നല്ലത്. ഒരു പ്രത്യേക ടൈപ്പാ. ആഹാ, വെറുതെ ഓരോന്നിങ്ങനെ സംശയിക്കും. അത് ശരി. ബാക്കി കുടുംബകാര്യങ്ങളൊക്കെ ഓക്കെ. കൂട്ടാനൊക്കെ വെച്ച അസലായിരിക്കും. ആഹാ, പഴയ തറവാട്ടുകാരല്ലേ. ഇക്കാലത്ത് ഇത്തരം പെൺകുട്ടികളെ കാണാൻ തന്നെ കിട്ടില്ല. നീ ഭാഗ്യവാനാടാ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. അത് സാരമില്ല. കുറച്ചൊക്കെ ദേഷ്യം വരണം. അല്പം നേരം അകന്നിരിക്കണം, പിന്നെ അടുത്തിരിക്കണം, പിന്നെ അകന്നിരിക്കണം, പിന്നെ അടുക്കണം, പിന്നെ അകലണം, അടുത്തടുത്ത് അകന്നകന്ന്, അടുത്തടുത്ത് അകന്നകന്ന്. അങ്ങനെ ആകുമ്പോഴേ സ്നേഹത്തിന്റെ വില ശരിക്കും മനസ്സിലാവൂ. ആവാ പോവാ. ഉം. അമ്മേ, ഒരു കഥ പറ. മിണ്ടാതിരി മോളെ. അമ്മയെ ഈ നീണ്ട കഥയൊന്ന് വായിച്ചു തീർക്കട്ടെ. നാളെ വായിക്കാം. വിട്. മോള് പോയി അച്ഛനോട് ഒരു പാട്ട് പാടാൻ പറ. ചെല്ല്. അച്ഛാ അച്ഛാ, ഒരു പാട്ട് പാട്. അച്ഛൻ ഇപ്പം വയ്യ, മോള് പോ. ഉം? ദേ ദേ സാറേ, ഒന്ന് നോക്കണം. ഒരു പാട്ട്. എത്ര നാളായി? വെറുതെ അവിടെ ഇരിക്കെ. നല്ല പുസ്തകമാ, ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ. ഹും. അച്ഛനും മോളും ഒന്നും ഉറക്കം വേണ്ടിട്ട് ലക്ഷണമില്ലല്ലോ. എവിടെ? പല്ല് തേക്കുന്നു. വരൂ. ആ. അല്ല, എനിക്കാ ലേറ്റായെന്ന് തോന്നുന്നല്ലോ. ഒരു നല്ല പുസ്തകം കിട്ടി, വായിച്ചിരുന്നു. ആഹാ. ഉറങ്ങാൻ താമസിച്ചുപോയി. പിന്നെ ഇന്ന് ലീവാണല്ലോ. ആ, വൈകുന്നേരം ആഹാരം വീട്ടിൽ. ഇന്ന് ക്രിസ്മസ് അല്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. വിഷ് യു ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. നേരത്തെ പറഞ്ഞേ. മോള് കയറി പിണങ്ങിയില്ലെങ്കി വരാം. അവള് കുഴപ്പമൊന്നും കാണിക്കില്ല. ആ, വന്നില്ലെങ്കിൽ അല്ലേ പിന്നെ. അങ്ങനെ വിളിച്ചാലൊന്നും ഞാൻ വരില്ല. ഇവിടെ വന്ന് വിളിക്കണം. ഇതാ അടുത്ത് അങ്ങോട്ട് തന്നെ. അവര് കൂട്ടുകാർ നമ്മൾ എന്തോ സംസാരിക്കുക. കഴിഞ്ഞാൽ ഉടൻ വരാം. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഒന്നും തോന്നരുതേ. അപ്പൊ പിന്നെ അത് പറയരുതായിരുന്നു. കേട്ടോ സാറേ, ഇത് പെണ്ണുങ്ങളുടെ ഒരു അടവാണ്. വെറുതെ ഇരിക്കാം. അച്ഛാ അച്ഛാ, മീശ വെച്ച് കുത്ത്. എനിക്കിഷ്ടമാ. പിന്നീടാട്ടെ. ഒരിക്കൽ മതി. അങ്കിൾ, എനിക്കും. ഇവിടെയും. ഞാൻ വല്ലതും പറഞ്ഞ ഉടനെ പറയും അത് കൊച്ചുകുട്ടിയല്ലേ, നിനക്ക് പ്രാന്തുണ്ടോന്ന്. പിന്നെ കുറച്ച് ചീത്തയും. 10 വയസ്സ് കഴിഞ്ഞാ പെൺകുട്ടികൾ വലുതാവും. ഇത് ആരെടുത്താ പറഞ്ഞ് മനസ്സിൽ. നിന്റെ അമ്മ അടുക്കളയിൽ തകർക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛൻ നോക്കിട്ട് വരാം. എന്താ എത്ര ശബ്ദം? അതൊക്കെ ഉണ്ടാവും. ഞാൻ ഒരുത്തി ഇവിടെ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഇച്ചിരി ശബ്ദമൊക്കെ കേൾക്കും. നിങ്ങൾക്ക് അയൽവക്കത്തെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരുന്നാ മതിയല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? വേലക്കാരിയെ വേണോ? ഞാൻ ഇടയ്ക്ക് തരാം. ഒരു 17നും 20നും ഇടയ്ക്ക് നല്ല സുന്ദരിയായ ഒന്നിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ? അയ്യോ, അതൊന്നും വേണ്ട